കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കുട്ടികൾക്കെതിരെയുള്ള അക്രമത്തിനെതിരെ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് സംഘടനകൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിലുപരി സർക്കാർ സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കുള്ള സംശയം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിശക്തമായി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയുണ്ട്, CCW. അതിൻ്റെ ദേശീയ ഭരണ സമിതി പ്രസിഡന്റ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. സർ നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ആദ്യമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ പലർക്കും എന്താണ് CCW എന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഒന്ന് വിശദമാക്കാവോ? CCW എന്നാൽ ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് CCW. കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയതല സംഘടനയാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് സുസ്ഥിരമായ ഒരു കരുതലും പരിഗണനയും ലഭിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക, അതിനുവേണ്ടി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ സംഘടനയ്ക്കുള്ളത്. സംഘടനയുടെ പ്രവർത്തന രീതികൾ ഒന്ന് വിശദമാക്കാവോ? പ്രധാനമായിട്ടും ഈ സംഘടന കുട്ടികളുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുകയോ കുട്ടികളെ ലഹരിയുടെ വിൽപ്പനക്കാരായി മാറ്റുകയോ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളും വളരെയേറെയാണ്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് കുട്ടികളുടെ മാനസികാരോഗ്യ പരിപോഷണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതൽ എന്ന പേരിൽ മാനസികാരോഗ്യ പരിപോഷണ ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി നടത്തി വരുന്നുണ്ട്. മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികളെ ലഹരിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കാം എന്ന പേരിൽ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും കൂടി ഈ സംഘടന പ്രധാനമായിട്ടും നടത്തി വരുന്നുണ്ട്. പല സംഘടനകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ CCW എന്ന സംഘടന നിലവിൽ വന്നിട്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും? എത്ര വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു? 2023 ഈ സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ പോലും 2016 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ബാലാവകാശ പ്രവർത്തകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് 2023 ഈ സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ അതിശക്തമായ രീതിയിൽ ലഹരി പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ സംഘടനകളും അല്ലെങ്കിൽ കാര്യമായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ CCW എന്ന സംഘടനയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത്? ലഹരി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്താകെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വ്യാപകമായ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ MDMA അടക്കമുള്ള അല്ലെങ്കിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗുകളൊക്കെ ഇന്നത്തെ തലമുറ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു ശക്തമായ ബോധവൽക്കരണം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടന ഒരു പ്രത്യേക ക്യാമ്പയിൻ തന്നെ ഇതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്. നമ്മളത് പ്രതിരോധിക്കാം എന്ന പേരിലാണ് ഈ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ലഹരിക്കെതിരെ ഒരു പൊതുജനത്തിൻ്റെ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് കുട്ടികളെയും നമ്മുടെ സകല ആളുകളെയും ഇതിനെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ ഈ ലഹരിയെ പ്രതിരോധിക്കാനുമുള്ള ഒരു 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 ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. നിലവിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച്, മറ്റു കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് നമുക്ക് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ നിലവിൽ നടത്തി വരുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പം എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് നടന്നു പോകുന്നത്? നിലവിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കാര്യക്ഷമമാണെന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും നമുക്കൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളായാലും അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക പരിപോഷണ ബോധവൽക്കരണ ക്ലാസ്സുകളായാലും, ഈ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായ ഫീഡ്ബാക്കുകളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല വിഷയങ്ങളും പലപ്പോഴും പുറത്ത് പറയാൻ മടിച്ചിരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പലപ്പോഴും നമുക്കിതിൻ്റെ ഫീഡ്ബാക്കായിട്ട് നമുക്ക് ആളുകൾ അറിയിക്കാറുണ്ട്. ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചുകൊണ്ട് ഉചിതമായ പരിഹാരം കാണാനും നമുക്ക് ഈ സംഘടനയുടെ ഇത്തരം ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. CCW അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ അതുപോലുള്ള സംഘടനകൾ ഇതിലൊക്കെ എത്രത്തോളം കുട്ടികൾ ബോധവാന്മാരാണ്? അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമീപിക്കാറുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾ ഈ ഒരു ബാലാവകാശ സംവിധാനങ്ങളുമായിട്ട്, അത് CCW അല്ലെങ്കിൽ മറ്റു സർക്കാർ സംവിധാനങ്ങളായാലും
കുട്ടികൾ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. നമുക്കറിയാം പഴയകാലത്തൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എവിടെ പരാതിപ്പെടണം, എന്ത് ചെയ്യണമെന്ന് അറിവില്ലാത്ത ഒരു തലമുറയായിരുന്നു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അവർക്കൊരു വിഷയമുണ്ടായാൽ എവിടെ പരാതിപ്പെടണം എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, ഒരു സ്കൂൾ അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചാൽ അവനറിയാം എവിടെ പരാതിപ്പെടണം. പലപ്പോഴും കുട്ടികൾ തമാശയ്ക്ക് തന്നെ ടീച്ചറോട് പറയാറുണ്ട്, എന്നെ തല്ലിയാൽ ഞാൻ ചൈൽഡ് ലൈൻ അറിയിക്കും എന്നൊക്കെ പറയുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ ഇത്തരം ബാലാവകാശ സംവിധാനങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരാണെന്ന് പറയേണ്ടി വരും. എനിക്ക് അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘടന ദുരുപയോഗം നടക്കാറുണ്ടോ? അതിപ്പോൾ ചിലപ്പോൾ സംഘടനയ്ക്കുള്ളിലുള്ള വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളായിരിക്കാം. അപ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? ദുരുപയോഗം എന്ന് പറഞ്ഞാൽ അത് സകല മേഖലകളിലും ഉള്ളൊരു സംഭവ വികാസമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് ഒരു സന്നദ്ധ സംഘടനയായാലും ഈ സംഘടനയെ ദുരുപയോഗം ചെയ്യുന്ന പല വ്യക്തികളൊക്കെ സംഘടനകത്തും പുറത്തേക്കും ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്, കാരണം ഒരു സംഘടനയെ അല്ലെങ്കിൽ ബാലാവകാശ സംവിധാനങ്ങളെ പലപ്പോഴും ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് മുതലെടുപ്പ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാറുണ്ട്. കാരണം അവരുടെ എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയൊക്കെ പലപ്പോഴും വ്യാജമായ പരാതികളൊക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സത്യാവസ്ഥ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഇടപെടാറുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. നമുക്കറിയാം JJ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം, അല്ലെങ്കിൽ പോക്സോ ആക്ട്. അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അത് കുട്ടികളും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു പൊതുജനങ്ങളും അത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യാറുണ്ട്. നമുക്കറിയാം നിലവിൽ ഈ ഒരു പോക്സോ കേസിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ ഒരു കൺവിക്ഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേവലം എനിക്ക് തോന്നുന്നു ഒരു 10-12% കേസുകൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കേസുകൾ അവസാനം ഒരു തീരുമാനമാകാതെ അല്ലെങ്കിൽ വ്യാജ പരാതികളായിട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി വ്യാജമായിട്ടുള്ള പരാതികൾ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആകെ കേസിൻ്റെ 8% ഒക്കെ വ്യാജ പരാതികൾ വരാറുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിയമത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമായി കഴിഞ്ഞാലൊക്കെ ദുരുപയോഗം പല മേഖലകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്രയും വർഷം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ പ്രവർത്തിച്ചു എന്നത് പരിചയം വെച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അറിയാവുന്നത് കൊണ്ടും കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കുട്ടികളുമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരണമെന്നതാണ്. നമുക്കറിയാം ഇന്നൊരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും ഇന്ന് അവകാശമുണ്ട്. കാരണം നമുക്ക് ഒരു കുട്ടി ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ഭ്രൂണത്തെ സംരക്ഷിക്കാനുള്ള, നമുക്കറിയാം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ആക്ട്, അല്ലെങ്കിൽ ഭ്രൂണഹത്യ തടയുന്നതിനുള്ള നിയമങ്ങൾ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബർത്ത് രജിസ്ട്രേഷൻ നടത്താനുള്ള ഒരു അവകാശം. അങ്ങനെ ഒട്ടനവധി അവകാശങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ അവർ തിരിച്ചറിയുക എന്നതാണ് പ്രധാനമായിട്ടും അവരുടെ കർത്തവ്യം. അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹത്തിൽ അവർക്ക് ചുറ്റുമുള്ള ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും നമുക്കറിയാം. ഇന്ന് സൈബർ ചതിക്കുഴികൾ അവർക്ക് ചുറ്റും ഒളിഞ്ഞിരിപ്പുണ്ട്, ലഹരി മാഫിയകൾ അവർക്കെതിരെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സംരക്ഷണ ഫലമായിട്ട് സ്വയം തീരാൻ വേണ്ടി അവർക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പ്രതിരോധിച്ചു കൊണ്ട് വളരുന്ന ഒരു തലമുറയ്ക്ക് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ നൽകാൻ പറ്റുമെന്നാണ് കുട്ടികളായിട്ട് അറിയിക്കാനുള്ളത്. നിലവിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാനും നിയമവശങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ സംഘടനയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സാർ, നന്ദി, നമസ്കാരം.